കാട്ടിലെ നാദം. അമ്മുമ്മേ, ആരോ വിസിലടിക്കുന്നു. കിരൺ ഭയത്തോടെ പറഞ്ഞു. അതൊരു സന്ധ്യാസമയമായിരുന്നു. അമ്മുമ്മയും കിരണും വീട്ടിന് പിന്നിലെ ചെറിയ കാട്ടുവഴിയിൽ നടക്കുകയായിരുന്നു. കാറ്റ് മരങ്ങൾക്കിടയിലൂടെ വീശി. ഒരു വിചിത്രമായ വിസിൽ ശബ്ദം കേട്ടു. അമ്മുമ്മ ശാന്തമായി നിന്നു. അത് ശ്രദ്ധിച്ചു കേൾക്കൂ. ശബ്ദം വീണ്ടും കേട്ടു. ഈ സമയം ശബ്ദം കൂടുതൽ അടുത്തായി. കിരൺ അമ്മുമ്മയുടെ കൈ ചേർത്ത് പിടിച്ചു. ഇത് മനുഷ്യന്റെ ശബ്ദം പോലെ അല്ല. അമ്മുമ്മ പുഞ്ചിരിച്ചു. വരൂ, നമുക്ക് കണ്ടെത്താം. അവർ ശബ്ദം വരുന്ന ദിശയിൽ നടന്നു. മരങ്ങളുടെ നിഴൽ നീളി. ആകാശം മങ്ങിയിരുന്നു. ഇപ്പോൾ ശബ്ദം വളരെ അടുത്തായിരിക്കുന്നു. അമ്മുമ്മേ, തിരിച്ചു പോവാം, കിരൺ പറഞ്ഞു. ഒരു നിമിഷം, അമ്മുമ്മ പറഞ്ഞു. അമ്മുമ്മ മുന്നോട്ടു പോയി ഒരു വലിയ വൃക്ഷത്തിന്റെ അടിയിൽ നിർത്തി. ഇവിടെ നോക്കൂ. കിരൺ സൂക്ഷിച്ചു നോക്കി. അവിടെ വൃക്ഷത്തിൽ ഒരു ചെറിയ പൊള്ളൽ. കാറ്റ് അതിലൂടെ കടന്നുപോകുമ്പോഴുള്ള വിസിൽ ശബ്ദമായിരുന്നു. കിരൺ അത്ഭുതപ്പെട്ടു. ഇത് കാറ്റിന്റെ ശബ്ദമാണോ? അമ്മുമ്മ: അതെ, പ്രകൃതിക്കും സ്വന്തം സംഗീതമുണ്ട്. കാറ്റ് വീണ്ടും വീശി. ഇപ്പോൾ അത് ഭയങ്കരമല്ല, അതൊരു മനോഹരമായ സംഗീതം പോലെ തോന്നി. കിരൺ പുഞ്ചിരിച്ചു. അമ്മുമ്മേ, ഇത് നന്നായിരിക്കുന്നു. അമ്മുമ്മ തല കുലുക്കി. ഭയപ്പെടാതെ കേൾക്കുമ്പോൾ ലോകം മനോഹരമാകും. അവർ വീട്ടിലേക്ക് മടങ്ങി, കാറ്റിന്റെ സംഗീതത്തോടൊപ്പം.